ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ മടി പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു വിഭവം എന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ചെറിയ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചിക്കൻ ഫ്രൈ ആണ്. പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പൊ തീർച്ചയായും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബോണുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 8-9 കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവുകൾ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവോള നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ആണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അത് എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഞാനിപ്പോൾ സവോളയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂണ് വെളുത്തുള്ളി പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എല്ലാം ഞാൻ ടീസ്പൂണിന്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പൗഡറൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ സവോള അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം അളവുകളെല്ലാം നിങ്ങളുടെ ചിക്കൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അളവുകളൊക്കെ എടുക്കണം കേട്ടോ. അപ്പം ഞാനിതിൽ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. ഇത് ഞാൻ 2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂണ് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 2 ടീസ്പൂണ് കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കട്ട തൈര് എന്തുകൊണ്ടാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 മുട്ട കൂടെ ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴക്കണം. എല്ലായിടത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇപ്പൊ ഇതേ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ കത്തിക്കാം. ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. ഈ പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ചിക്കൻ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ ചിക്കനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകമൊന്നും വേഗത്തുമില്ല. ഇപ്പോൾ ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് പതിയെ കുറച്ച് വെക്കാം. ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു അല്പം കറിവേപ്പില കൂടെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് കഴിക്കാൻ ഇച്ചിരി നാരങ്ങ നീരോടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇങ്ങനെ നാരങ്ങ നീരോടെ പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.